ശ്രീജിത്ത് പണിക്കരോട് ചോദിച്ചു. ശ്രീജിത്ത്, ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ സുധാകരൻ മാത്രമാണ് അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അൻവറിനെ UDF എടുക്കണം, അതിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ള അഭിപ്രായം ഉന്നയിച്ചു. പക്ഷേ യുവ നേതാക്കളടക്കം സതീഷിനൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ്. മറ്റു നേതാക്കളൊന്നും കാര്യമായി അഭിപ്രായം പറഞ്ഞില്ല ഈ വിഷയത്തിലെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിലമ്പൂർ വിജയം UDFന് കോൺഗ്രസ് നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്, സതീശൻ ക്യാമ്പിന് നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്. അവർക്ക് ആ ഒരു പോരാട്ടം ജയിക്കാനായതിലുള്ള രാഷ്ട്രീയ വിജയമെന്ന് ഷാഫിയൊക്കെ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കൃത്യമായി തന്നെ നമുക്കറിയാം അത് ഈ തരത്തിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ സതീശൻ്റെ ആത്മധൈര്യം ചെറുതായിരുന്നില്ല. അങ്ങനെ സതീശൻ്റെ അപ്രമാദത്തിലേക്ക്, സതീശൻ്റെ നേതൃത്വത്തിലേക്ക് പൂർണ്ണമായും യോജിക്കത്തക്ക രീതിയിൽ നേതാക്കൾ എത്തുന്നതിൻ്റെ കാഴ്ച കൂടിയാണോ നിലമ്പൂരിൻ്റെ ആത്യന്തിക ഫലം? തീർച്ചയായും നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് കേവലം രാഷ്ട്രീയമായി മാത്രമല്ല, അത് ഭാവിയിലേക്കുള്ള രാഷ്ട്രീയത്തിന് കൂടി കോൺഗ്രസിന് ഇത് ജയിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിരുന്നു. പ്രത്യേകിച്ച് UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ കെട്ടുറപ്പ്, മറ്റ് സഖ്യകക്ഷികളുടെ പിന്തുണ, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ്, എത്രത്തോളം പ്രിപ്പയർഡ്നെസ് അടുത്ത ഒരു 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലേക്ക്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പോകുന്ന സമയത്തേക്ക് എത്രത്തോളം കെട്ടുറപ്പ് കോൺഗ്രസിനുണ്ട് തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം തന്നെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് സത്യത്തിൽ നിലമ്പൂരിൽ നടന്നത് എന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ ട്രഡീഷണലായിട്ട് നിലമ്പൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു 2-way ടൈ മാത്രമാണ് ഉണ്ടാകുന്നത്. BJPയുടെ ഒരു ഫാക്ടറായിട്ടുള്ള ഒരു പാർട്ടിയല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നേരിട്ട് LDFുമായിട്ട് ഒരു മത്സരത്തിന് പോകുന്നു. അവിടെ LDFിൻ്റെ സാധ്യമായതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവർ കളത്തിലിറങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ജയിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആ സമയത്താണ് ആദ്യം തന്നെ ഇങ്ങനെ ഞാൻ സ്വയം ഒരു കാൻഡിഡേറ്റായിട്ട് ഓഫർ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്ന ശ്രീ PV അൻവർ പല അഭിപ്രായ ഭിന്നതകളെയും തുറന്ന് അദ്ദേഹം തന്നെ ഒരു കാൻഡിഡേറ്റായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അൻവർ ആരുടെ വോട്ടാണ് ചോർത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആ സമയം മുതൽ തന്നെ 2 അഭിപ്രായങ്ങളുണ്ടായിരുന്നു. LDFിൻ്റെതാണ് എന്നും, അതായത് പിണറായിസത്തിനെതിരായിട്ടുള്ള വോട്ടാണ് എന്നും, എന്നാൽ സതീശനിസത്തിനെതിരായിട്ടുള്ള വോട്ട് കൂടിയാണ്, അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നും ഒരു പറ്റം വോട്ട് അദ്ദേഹം അടർത്തി മാറ്റും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ആ സ്വാധീനം ഒരു 20,000 വോട്ടുകളിലേക്ക് എത്തിയെങ്കിൽ പോലും 10,000-ന് മുകളിൽ വോട്ടിൻ്റെ മിന്നുന്ന ഭൂരിപക്ഷത്തിലാണ് അവിടെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LDFിനെ മറികടക്കുക എന്നുള്ളത് മാത്രമല്ല, അൻവർ ഫാക്ടറിനെ കൂടി ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതിന് അതിശക്തമായിട്ടുള്ള നേതൃത്വം അവിടെ നൽകിയിരിക്കുന്നത് ശ്രീ VD സതീശനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ അതിന് നമ്മൾ ക്യാപ്റ്റൻ എന്നോ മേജർ എന്നോ സോൾജിയർ എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് ആ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടത് എന്നതിന് രണ്ടാമതൊന്നും ആലോചിക്കുക പോലും വേണ്ട. കാരണം അവിടെ കോൺഗ്രസിന് ഒരുപക്ഷെ കാര്യങ്ങളെ കൂടുതൽ ഏകപക്ഷീയമായി അവർക്ക് അനുകൂലമാക്കാമായിരുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് അൻവർ തന്നെയായിരുന്നു. അതായത് അൻവറിനെ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കുറച്ച് സഹതാപ തരംഗം കൂടി ഉള്ളതുകൊണ്ടും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരുപക്ഷെ അതിൽ സത്യസന്ധതയുണ്ട് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂടി പിന്തുണയും ഒക്കെ തന്നെ അവിടെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ UDFിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടാക്കുമെന്നും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അവിടെ LDFന് ആ ഒരു ഇടത് മണ്ഡലം നിലനിർത്താനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുമൊക്കെയുള്ള ഒരു സാഹചര്യം കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എങ്കിൽ പോലും നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോൺഗ്രസ് ആ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം ഏകപക്ഷീയമായി തന്നെ നമുക്ക് സതീശന്റെ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അതിൽ അദ്ദേഹം അവിടെ ചെയ്തിരുന്നത് എന്താണ്? വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനെതിരെ 180 കോടി രൂപയുടെ ആരോപണം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് അൻവർ. അതിനപ്പുറത്തേക്ക് താൻ ഒരു മുന്നണിയിലേക്ക് അപേക്ഷ കൊടുത്തു വരുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ഒരു മുന്നണിക്കും, അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു മുന്നണിക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ വിരുന്ന് വരുന്നയാൾ വീട്ടുകാരനാവുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അപ്പോൾ അവിടെ UDFിൽ തന്നെ കൂടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര കാലത്തിനകം തീരുമാനം എടുക്കണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോലും അൻവറിന് കഴിയില്ല. അൻവറിന് പരമാവധി റിക്വസ്റ്റ് ചെയ്യുകയും ഡിക്റ്റേറ്റ് ചെയ്യുകയും 2ആണ്. അപ്പോൾ അൻവറിനത് സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെടാം. അദ്ദേഹത്തിന്റെ പല നേതാക്കന്മാരോടും പല ഘടകകക്ഷി നേതാക്കന്മാരോടും അത് ആവശ്യപ്പെടാം. പക്ഷേ അതെല്ലാം തന്നെ കോൺഗ്രസിന്റെ പ്രയോറിറ്റി എന്താണ് എന്നതിനനുസരിച്ച് മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത്. രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ പറഞ്ഞിരുന്നത് എന്താണ്? ആരായിരിക്കണം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നത് കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പൊ കേവലം നമുക്കറിയാലോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്. കോൺഗ്രസിന്റെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തീരുമാനമെടുക്കുന്നു. സാധാരണഗതിയിൽ ഒരൊറ്റ പേര് മാത്രം അത് ഹൈക്കമാൻഡിലേക്ക് അയക്കുന്നു, അപ്രൂവൽ കിട്ടുന്നു, സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ ആ പേര് ഞാൻ നിർദ്ദേശിച്ചതായിരിക്കണം എന്ന രീതിയിലത്തേക്ക് തൻ്റെ വ്യക്തിപരമായിട്ട് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷത്തിനെ ഒരു എലമെന്റ് ആക്കി അവിടെ എടുത്തുകൊണ്ട് VS ജോയിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പക്ഷം പറയുന്നതിന് വേണ്ടി കൂടിയാണ് അവിടെ അൻവർ തയ്യാറായത്. അപ്പം നമ്മളൊരു പാളയത്തിലേക്ക് പോവുക, എന്നിട്ട് അവിടെ ആര് മത്സരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക, മറ്റുള്ള ആളിന് യാതൊരു വിധത്തിലുള്ള വിജയസാധ്യതയും ഇല്ല എന്ന് പറയുക, അതിനോടൊപ്പം വ്യക്തിപരമായി കൂടി അധിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളിനെ
എന്ത് അടിസ്ഥാനത്തിലാണ് അന്തസ്സും അഭിമാനവുമുള്ള ഒരു മുന്നണിക്കൊപ്പം കൂട്ടാനായിട്ട് കഴിയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അൻവറിനെ കൂടി ചേർത്തിട്ട് UDF ജയിച്ചിരുന്നു എങ്കിൽ പോലും അതിന് ഇത്രത്തോളം തിളക്കമുണ്ടാകുമായിരുന്നില്ല. കാരണം ഈ ജയം കഴിയുമ്പോൾ ആൾക്കാർ വലിയ ജയം കോൺഗ്രസിന് കിട്ടിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീ VD സതീശനോട് സ്വാഭാവികമായിട്ട് നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ഇത് അൻവറിന്റെ ഡിമാൻഡുകൾക്ക് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടല്ലേ എന്നാണ്. എന്ന് വെച്ചാൽ ഈ ക്യാപ്റ്റനും മേജറും ലീഡറും പിന്നെ സോൾജിയറും ഒക്കെ ആ സമയത്ത് അൻവറായി മാറുമായിരുന്നു. ഇത് അൻവറിന് ക്രെഡിറ്റ് പോകാതെ അൻവറിനെ ന്യൂട്രലൈസ് ചെയ്ത് അൻവറിനെന്നല്ല ഒരാളിനും ഒരു എക്സ്റ്റേണൽ ഫാക്ടറിനും ഞങ്ങൾ വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള സംവിധാനത്തിനെ ഇവിടെ ചലിപ്പിച്ചതാരാണ്? സതീശനാണ്. അത് സതീശനാണ് എന്നുള്ളത് രഹസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം മാത്രമാണ് ആ തീരുമാനമെടുത്തത് എന്നും അതിൽ എന്തൊക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടും അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചില്ല എന്നും പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള മടിയും ഉണ്ടാകേണ്ടതില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരാൾ ഒരു തീരുമാനമെടുക്കുന്നു, എന്നെ അധിക്ഷേപിക്കുന്ന, എന്റെ സ്ഥാനാർത്ഥി അധിക്ഷേപിക്കുന്ന ഒരാളിനെ ഞാൻ ഇവിടെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് LDF എന്നല്ല UDF എന്നല്ല ഏതൊരു മുന്നണിയും എടുക്കേണ്ടുന്ന തീരുമാനമാണ്. ഇനിയിപ്പോൾ എന്താ സംഭവം? ഇനി വേണമെങ്കിൽ നാളെ ഒരു പക്ഷേ അൻവർ UDFന്റെ ഫോൾഡിലേക്ക് വന്നുകൂടായികയൊന്നുമില്ല. പക്ഷെ അവിടെ അപേക്ഷിക്കുന്നയാള് അപേക്ഷകരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിക്വസ്റ്റ് എന്ന വാക്കും ഡിക്റ്റേറ്റ് എന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് UDF അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് തീരുമാനമെടുത്ത് അനുകൂലമായ തീരുമാനമാണെങ്കിൽ എന്തൊക്കെ ഉപാധികളോടെയാണ്, ആരെയെങ്കിലും ചീത്ത വിളിക്കാമോ, നിങ്ങൾക്ക് തോന്നുന്നത് പറയാമോ, നിങ്ങൾ പരസ്യമായിട്ട് പ്രസ്താവന നടത്താമോ, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഉപാധികൾ വെച്ചുകൊണ്ടല്ലാതെ അൻവറിന് ഒരു UDF പ്രവേശനം ഇനി സാധ്യമാവില്ല എന്ന രീതിയിലത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചതിൽ ആർക്കെങ്കിലും ക്രെഡിറ്റ് കൊടുക്കാമെങ്കിൽ ആ ക്രെഡിറ്റ് കിട്ടുന്നയാളിനെ ക്യാപ്റ്റനെന്നോ പ്രസിഡന്റ് എന്നോ എന്ത് വിളിച്ചു കഴിഞ്ഞാലും അത് സോൾജിയറോ എന്തോ കമാൻഡർ ഇൻ ചീഫോ അല്ലെങ്കിൽ സംയുക്ത സേനാ മേധാവി എന്നോ എന്ത് പറഞ്ഞാലും അത് VD സതീശനാണ്. തീർച്ചയായും ആ കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാക്കിർ, ഇവിടെ ലീഗിന്റെ നമുക്കറിയാം ആദ്യഘട്ടം മുതൽ അൻവറിനെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ പാർട്ടി നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം